ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് അരി ഉഴുന്നും ഒന്നും ഇല്ലാണ്ട് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് നല്ല പഞ്ഞി പോലത്തെ ബന്തോഷ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കുട്ടികൾക്ക് കൊടുത്തിടാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ ഇതാ ഞാൻ റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് റവ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 കപ്പ് റവ എടുത്തതിലേക്ക് നമ്മൾ 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഇവിടെ അടച്ച് വെക്കാം കേട്ടോ. കുറച്ച് നേരം 2-3 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ ഞാനൊരു ചെറിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് ഇതുപോലെ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. വലുതാണെച്ചാൽ 2 മതിയാവും. ഇതിൻ്റെ തൊലി കളഞ്ഞൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ വെള്ളത്തിൽ. എന്നിട്ട് വെള്ളം ഒന്ന് വാർത്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് കഴുകി വാർക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുതിരാൻ വെച്ചിട്ടുള്ള റവ ഉണ്ടല്ലോ, അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം എന്നിട്ട് അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം തന്നെ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതാ നമ്മൾ 1 കപ്പ് വെള്ളം കൂടി എടുത്തിട്ട് 1/2 കപ്പ് വെള്ളം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഒരു ചേരുവ ഉണ്ടാക്കി എടുക്കണം. അപ്പം നമ്മൾ അതിനിതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയല്ലേ. അപ്പോൾ ഞാൻ ഒരു 2 ടേബിൾ സ്പൂണ് ഓളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 ടീസ്പൂൺ ഉഴുന്നാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് ചെറുതായി കളർ മാറിയാൽ മതി. കൂടുതൽ നേരം ഒന്ന് കളർ മാറണ്ട. ചെറുതായി കളർ മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് കടുക് ഇഷ്ടമുണ്ടെങ്കിൽ കടുക് പൊട്ടിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഒരു സവാളയാണ്, ചെറിയൊരു സവാള, ഒരു 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതുമാണ് കേട്ടോ. അപ്പോൾ എരിവ് നമ്മൾ ഇതന്നെ എടുക്കുന്നുള്ളൂ. ഇനി എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് പെരുംജീരകത്തിൻ്റെ അരയില്ല, കുറച്ച് കമ്മിയാക്കിയിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉലുവയുടെ പൊടിയാണ് കേട്ടോ, ഒരു നുള്ളു ഉലുവയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ നമ്മുടെ ബൺദോശയ്ക്ക്. അതേപോലെ കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ ഇതാ ഉലുവ ഒന്ന് പച്ചമണം മാറിയതിൻ്റെ ശേഷം നമ്മൾ വെള്ളം വാർത്തെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ചെറുതായി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇതൊന്ന് വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് അതവിടെ വെക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് പുട്ടിൻ്റെ പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി ആയാലും കുഴപ്പമില്ല. പുട്ടുപൊടി ആകുമ്പോൾ ഒരു തരിതരിപ്പാകുമ്പോൾ നമുക്ക് ബന്തോശ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ നമ്മൾ അതുകൂടി 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലോണം ഒന്ന് കട്ടകളില്ലാണ്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് നല്ലോണം വെന്ത് പോകണമെന്നൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് പച്ചപ്പ് മാറി കിട്ടിയാൽ മതി. അപ്പോൾ കണ്ടല്ലോ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തതുകൊണ്ട് ഇത് വേഗത്തിൽ വെന്ത് കിട്ടും. ഇതൊന്ന് ചൂടാറണം. ചൂടാറിയതിൻ്റെ ശേഷം കേട്ടോ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് അത് നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് വേഗത്തിൽ ഇളക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത്. അപ്പോൾ അത് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ
ഇതാ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ മല്ലിയിലയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക. മല്ലിയില നിങ്ങൾ നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മൾ ബൺദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമ്മൾ വെള്ളപ്പച്ചട്ടിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണൊക്കെ മതി കേട്ടോ, കൂടുതലൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇനി നിങ്ങൾക്ക് കൂടുതലായി ചേർത്ത് കൊടുത്തിട്ട് നല്ല മുരിപ്പിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 ടീസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതാ 1.5 കയ്യിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. പരത്തി കൊടുക്കൊന്നും വേണ്ട, ഇതുപോലെ ഒന്ന് ഒഴിച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ കുക്ക് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ വേഗത്തിൽ 2 പുറം മുരിഞ്ഞു പോകും, ഉള്ളു വേവില്ല കേട്ടോ. അതെന്തായാലും ശ്രദ്ധിക്കണം. അപ്പോൾ അതാ നമ്മളിത് വെന്തിട്ടുണ്ട്. ഇനി 1 പുറം വെന്തിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതാ 2 പുറം വെന്തിട്ടുണ്ട് കേട്ടോ, കണ്ടല്ലോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ബൺദോശ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. നമ്മൾ ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയതുകൊണ്ട്. അപ്പോൾ അടുത്തതും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മൾ ലൈക്ക് ബട്ടൺ അമർത്തുമ്പോൾ നമുക്ക് ഹൈപ്പ് പറഞ്ഞിട്ട് വരും. ആ ഹൈപ്പ് ഒന്ന് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട്. വേഗത്തിൽ കുക്കായി കിട്ടും, എന്നാലും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഉള്ളു വെന്ത് പോകില്ല. ഫുൾ ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിക്കണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഇതാ കണ്ടല്ലോ, രണ്ടാമത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ബൺദോശയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. നിങ്ങൾക്ക് ഇത് ബാക്കി കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി മുരിപ്പിച്ചെടുക്കണമെങ്കിൽ ഒരെണ്ണം 4 പീസാക്കിയിട്ട് നമുക്ക് പാനിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് മുരിപ്പിച്ചിട്ട് അങ്ങനെയും കൊടുത്തയക്കാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.